ഹായ്, ഹലോ, എൻ്റെ പേര് ഹാഷിം. വി ആർ ക്രിയേറ്റീവ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത്. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു റിലീസ് മൂവിയുടെ റിവ്യൂ ഉള്ള എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായ മൂവിയാണ്. മൂവിയുടെ പേരാണ് സച്ചിൻ. വിജയ്, ജനീല ഡിസൂസ, ബിപാഷ ബസു, സന്താനം, വടിവേലു എന്ന കേന്ദ്ര കഥാപാത്രമായ മൂവിയാണ്. രഘുവരൻ ഈ മൂവിയിൽ ഗസ്റ്റ് റോൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ മൂവിയെക്കുറിച്ച് എടുത്തു പറയേണ്ടത്, ഇതിൽ വിജയ് എന്ന ആക്ടറുടെ കരിയറിലെ ബെസ്റ്റ് മൂവി. നമ്മൾ പുള്ളി ഒരു കരിയറിൻ്റെ പീക്കിൽ നിൽക്കുന്ന സമയത്താണ് മൂവി വന്നിരിക്കുന്നത്. പക്ഷേ മൂവി തിയേറ്ററിൽ അക്കാലത്ത് ഫ്ലോപ്പായിരുന്നു. പക്ഷേ എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് ഇതുപോലൊരു ഫുൾ പാക്കഡ് മൂവി, അതായത് റൊമാൻസ്, ആക്ഷൻ, കോമഡി, ഒരു ഇമോഷണൽ ഡ്രാമ എല്ലാം സംഭവമുള്ളൊരു ഫുൾ പാക്കഡ് മൂവിയായിരുന്നു. പക്ഷേ മൂവി അന്നക്കാലത്ത് ഭയങ്കര ഫ്ലോപ്പായി പോയി മൂവി. ഈ മൂവി 2005 ഏപ്രിൽ 14 മൂവി തമിഴ്നാട്ടിലൊക്കെ റിലീസ് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ ഈ മൂവി റിലീസ് ചെയ്തിരിക്കുന്നത് ജൂണിലായിരുന്നു. ഞാൻ ഫസ്റ്റ് ഡേയാണ് മൂവി കണ്ടത്. വല്ലാത്തൊരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് മൂവി എനിക്ക് അന്നക്കാലത്ത് തന്നിരിക്കുന്നത്. അതായത് ഞാൻ ഒരുപാട് തവണ തിയേറ്ററിൽ പോയി കണ്ട മൂവിയാണിത്. വിജയ് എന്ന ആക്ടർ എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്. പക്ഷേ പുള്ളിയുടെ ഇതുപോലൊരു ഫീൽ ഗുഡ് മൂവിന് ഇതിന് ശേഷം എന്നെ വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം എല്ലാവർക്കും അറിയാം, ഇതിന് ശേഷം പിന്നെ പുള്ളി ചെയ്ത മൂവീസൊക്കെ എടുത്ത് എല്ലാവർക്കും അറിയാം, ഒരു ആക്ഷൻ അങ്ങനത്തെ ഒരു ടൈപ്പ് മൂവീസാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. ഫീൽ ഗുഡ് മൂവി, റൊമാൻറ്റിക് ടൈപ്പ് മൂവിനെ പുള്ളി ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ ഒരു ഓർമ്മയിൽ പറയുകയാണെങ്കിൽ നൻപൻ മൂവി, അത് പിന്നെ റിമേക്ക് എല്ലാവർക്കും അറിയാം, റിമേക്ക് മൂവിയാണ്. 3 Idiotsൻ്റെ മൂവി മാത്രമാണ് പിന്നെ വിജയൻ്റെ കാരണം അങ്ങനത്തെ ഒരു ഫീൽ ഗുഡ് ടൈപ്പ് മൂവി വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൽ എല്ലാം ഉണ്ട്. ആക്ഷൻ ഉണ്ട്, കോമഡി ഉണ്ട്. അത് എടുത്തു പറയേണ്ടത് വിജയ് വടിവേലു തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസാണ്. എനിക്ക് ഒരുപാട് ചിരിച്ചൊരു സീൻസ്. കാരണം വടിവേലിൻ്റെ ആക്ടറിന് എല്ലാവർക്കും അറിയാം, പുള്ളി ചില മൂവീസൊക്കെ പുള്ളി വെറുതെ ഒരു അനാവശ്യമായിട്ട് വന്ന് കോമഡി ചെയ്യും. പക്ഷേ ഇതിലങ്ങനല്ല. ഇതിൽ കഥയ്ക്ക് എന്താണോ ആവശ്യമുള്ള ആ സാധനം കറക്റ്റായിട്ട് പുള്ളി ഡെലിവറി ചെയ്തിട്ടുണ്ട്. കോമഡി ആയാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയാലും രസമുണ്ടായിരുന്നു. വിജയും ജനീല ഡിസൂസ തമ്മിലുള്ള കോമ്പിനേഷൻ്റെ എപ്പോഴും വടിവേലിൻ്റെ ഒരു കൗണ്ടർ കാര്യങ്ങളൊക്കെ നൈസായിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫിയാണ്. മരിച്ചുപോയ ക്യാമറമാൻ ജീവയാണ് ഇതിൻ്റെ മൂവിയുടെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. പുള്ളി എല്ലാവർക്കും പറഞ്ഞ മനസ്സിലാക്കിയിരിക്കുന്നു. ലാലേട്ടൻ്റെ ചന്ദ്രലേഖ മൂവി, പ്രിയദർശൻ ലാലേട്ടൻ്റെ പുള്ളിയുടെ ഫസ്റ്റ് മൂവി അഭിമന്യു ആയിരുന്നു. പ്രിയദർശൻ്റെ എല്ലാവർക്കും അറിയാം, പ്രിയദർശൻ ഡയറക്ടർ ഓൾമോസ്റ്റ് മൂവീസിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് എസ് കുമാർ ആണ്. പക്ഷേ അതിലൊന്ന് ചേഞ്ചായിട്ട് പുള്ളി ആദ്യമായിട്ടൊന്ന് മാറ്റി ചെയ്ത ക്യാമറമാനാണ് ജീവ. പുള്ളിയുടെ ഫസ്റ്റ് മൂവി അഭിമന്യു ഒരു രക്ഷയില്ലാത്ത സിനിമാറ്റോഗ്രാഫി ആയിരുന്നു. എല്ലാവർക്കും അറിയാം മൂവി. അതുപോലെ ചന്ദ്രലേഖ മൂവി ഞാൻ അക്കാലത്ത് കണ്ടപ്പോൾ എനിക്കിപ്പോഴും, ഞാൻ 98 മൂവി കണ്ടത്. ആ സമയത്ത് ഞാൻ ചിന്തിച്ചത് ഇതൊരു ക്യാമറമാൻ ആയിരിക്കും. ശരി, ഓരോ ഷോട്ട്സും ഓരോ ഫ്രെയിംസൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് വേറെ ലെവലായിരുന്നു. പക്ഷെ അതുവരെ കാണാത്ത ടൈപ്പ് ഇതായിരുന്നു. സോങ് സീക്വലായാലും അതിൽ ഓരോരോ സീൻസിലൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു ചന്ദ്രലേഖ മൂവിയിൽ. അതുപോലെ രാക്കിളിപ്പാട്ട് മൂവി ഞാനതിൻ്റെ തമിഴ് പാട്ടാണ് കണ്ടത്, ഫസ്റ്റ് കണ്ടത്. എനിക്കിപ്പോൾ ഓർമ്മ 2002 ജനുവരി 26 ഞാൻ മൂവി കണ്ടത്. അന്ന് സൺ ടി വിയിൽ ആ മൂവി ഫസ്റ്റ് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് അക്കാലത്ത്. അത് 2003 സമയത്ത് രാക്കിളിപ്പാട്ട് മൂവി കേരളത്തിൽ റിലീസ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ അത് പിന്നെ ഡിലേ ആയിട്ട് 2007 മൂവി റിലീസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ തമിഴ് മൂവി പോയിട്ട് 2001 മൂവി ഇവിടെ ചെന്നൈയിൽ തമിഴ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2002 മൂവി സൺ ടി വിയിൽ ആദ്യമായിട്ട് ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്നത്. എനിക്കിപ്പോൾ ഓർമ്മ ഞാൻ ആ മൂവി കണ്ടത് വൈകിട്ട് 6 മണിക്കായിരുന്നു മൂവി അന്ന് ടെലികാസ്റ്റ് ചെയ്തിരുന്നത് സൺ ടി വിയിൽ. അതുപോലെ തന്നെ ഇതിൽ ജീവയുടെ ക്യാമറ ഒരു രക്ഷയില്ല. എസ്പെഷ്യലി സോങ് സീക്വലായാലും ആക്ഷൻ സീക്വലായാലും ഷോർട്സ് കട്ട്സ് എല്ലാം ഒരു രക്ഷയില്ലായിരുന്നു. പുള്ളിയുടെ കരിയറിൽ തന്നെ ബെസ്റ്റ് മൂവി എന്ന് പറയുന്നത് ജീവയുടെ ഡയറക്ടറുടെ ക്യാമറമാൻ്റെ ഇന്ത്യൻ മൂവി എല്ലാവർക്കും അറിയാം. ശങ്കർ ഡയറക്ടർ ചെയ്ത കമലഹാസനൊക്കെ വെച്ച എല്ലാം സിനിമയുടെ വരുന്ന പുള്ളിയാണ്. അതുപോലെ എഡിറ്റിംഗ് VT വിജയനാണ്. പിന്നെ അതിലെ മ്യൂസിക് ഡയറക്ടർ ദേവി ശ്രീപ്രസാദ്. എല്ലാവർക്കും പറയാം പുള്ളി പുഷ്പയ്ക്ക് വരുന്നതിന് മുമ്പ് പുള്ളി കുറേ നല്ല സാധനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അന്തകാലത്ത്. അതായത് 2005 വിജയന്, അതുപോലെ 2009 എല്ലാവർക്കും അറിയാം. 2009 വിജയൻ്റെ കരിയറിൽ ഒരു ഫ്ലോപ്പ് മൂവിയാണ് വില്ല്. പക്ഷേ അതിലെ സോങ്സ് അന്നും ഇന്നും ഇപ്പോൾ ട്രെൻഡിങ്ങാണ്. ഡാഡി മമ്മി വീട്ടിലുള്ള സോങ് എല്ലാവർക്കും അറിയാം. അത് ആ കാലത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഇപ്പം കോളേജിലായാലും സ്കൂളിലൊക്കെ എല്ലാ പാട്ട് വെച്ചാൽ ഭയങ്കര ഒരു വൈബ് വരുന്നുണ്ട്. അതുപോലെ ഉള്ള വിജയൻ്റെ ഒരു സോങ് ഇതിലും നല്ല സോങ്സ് ഉണ്ട്. നല്ല റൊമാൻറ്റിക് സോങ്സ്, നല്ല ഫാസ്റ്റ് സോങ്സ് ഉണ്ട്, നല്ല സ്ലോ സോങ്സ് ഉണ്ട്, എല്ലാ സംഭവം ഉണ്ട് സച്ചിൻ മൂവിയിൽ. അതൊക്കെ കറക്റ്റ് ആ കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള സോങ്സാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. വെറുതെ അനാവശ്യമായിട്ടുള്ളൊരു തിരികേറ്റുള്ള സോങ്സ് ഒന്നും ഇല്ല ഇതിൽ. ഇതിലിപ്പോൾ ആക്ഷൻ സീക്വൻസ് ആയാലും അങ്ങനത്തെയാണ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിലെടുത്തോണ്ട് ഇതിൽ ഫീൽ ഗുഡ് സംഭവം തന്നെയാണ്. അതായത് നമുക്കിങ്ങനെ
ഫസ്റ്റ് പടത്തിൻ്റെ സ്റ്റാർട്ടിങ് വിജയനെ കാണിക്കുമ്പോൾ ഒരു ഇതുണ്ട്, ഒരു സോങ്, ഒരു ബീജം വരുന്നുണ്ട്. നമ്മളൊക്കെ അത് മുതൽ പിന്നെ പടത്തിന് എൻഡിങ് വരെയുള്ള വിജയൻ്റെ ഓരോ ക്യൂട്ട്നെസ് ആണുള്ള ഇതിൽ വരുന്നുണ്ടല്ലോ. വിജയ്ക്ക് എടുത്തു പറയേണ്ടത് ഇതിൽ വിജയൻ ജെല്ലിന് ഡിസും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസാണ്. അതിപ്പോൾ റൊമാൻറ്റിക് സീനായാലും കോമഡി സീനായാലും എന്തായാലും അവർ പെർഫോം ചെയ്തിരിക്കുന്നത് കട്ടാണ്. അതിൽ വിജയ് 2 കൗണ്ടർ അടിക്കുമ്പോൾ ജെല്ലിൽ തിരിച്ച് അതേപോലെ കൗണ്ടർ അടിക്കും, അതുപോലെ ജെല്ലിനെ കൗണ്ടർ അടിക്കുമ്പോൾ വിജയ് തിരിച്ച് കൗണ്ടർ അടിക്കും. അത് വടിവരും ഇവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ വേറെ വരുന്നുണ്ട്. പിന്നെ ബിപാഷ ബസു ഒരു കുറച്ച് സീനിൽ വരുന്നുണ്ട്. ഇതിൽ നൈസുള്ള സീൻസും കാണുന്നതൊക്കെ കുറച്ച് ഇവർ തമ്മിലുള്ളൊരു സോങ്സും അതുപോലെ കോമഡി സീൻസൊക്കെ ആയാലും അടിപൊളിയായിട്ടായിരുന്നു. രഘുവരൻ ആക്ടർ പുള്ളിയിൽ ഒരു ഗസ്റ്റ് റോളിൽ വന്നിട്ടുണ്ടായിരുന്നു വിജയൻ്റെ അച്ഛനായിട്ട്. നല്ല പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ സന്താനം ഇതിലുണ്ട്, നല്ല റോളായിരുന്നു സന്താനം ചെയ്തിരിക്കുന്നത്. എഡിറ്റിംഗ് ഒക്കെ അടിപൊളിയായിട്ടായിരുന്നു. അതുപോലെ കളർ ഗ്രേഡിങ്, അതിൻ്റെ വിഷ്വൽസ് ഒക്കെ പൊളിയായിട്ടുണ്ടായിരുന്നു. അത് ആ സമയത്ത് എനിക്ക് ഭയങ്കര ഇതായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ മൂവി 4K ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാലിക്കറ്റിലുണ്ട്, കാലിക്കറ്റിൽ സിനിപോളിസൊക്കെ ഉണ്ട്, കൊച്ചിയിലെ ഇതിലുണ്ട്. കേരളത്തിലെല്ലാ തിയേറ്ററിലും മൂവി റിലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് ആ കാലത്ത് കാണുമ്പോൾ ഇപ്പോഴത്തെ കാണുമ്പോൾ ഒരു വേറൊരു ഫീലാണ് ഈ മൂവി കണ്ടു കഴിഞ്ഞാൽ. വല്ലാത്തൊരു എന്താ പറയുക, എനിക്ക് മൂവി വിജയുടെ ആക്ടറെ മാത്രമല്ല, വിജയ് പിന്നെ ഇതുപോലെ മൂവി പിന്നെ ഞാൻ ഇടയ്ക്ക് വിചാരിച്ചിട്ടുണ്ട്. അതായത് ഈ തുപ്പാക്കിയൊക്കെ ഇറങ്ങിയ ശേഷം വിചാരിച്ചിട്ടുണ്ട് ഇതുപോലെ മൂവി പിന്നെ വീണ്ടും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ പുള്ളി എനിക്ക് വിജയുടെ കരിയറിൽ ഇപ്പോൾ എടുത്തു പറയാണ്ട് ഇപ്പോൾ പുള്ളി ഇപ്പോൾ ഒരുപാട് മൂവീസ് ഇപ്പോൾ കഴിഞ്ഞൊരു 10 വർഷം പുള്ളി ഒരുപാട് മൂവീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അന്നും ഇന്നും ഈ സച്ചിൻ മൂവി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മൂവി ഇപ്പം 2016 റിലീസ് ചെയ്ത തെറി മൂവിയാണ്. കാരണം തെറി മൂവിയിലൊരു ഇതുപോലെ തന്നെ ഫുൾ പാക്ക്ഡ് മൂവി തന്നെയാണ് സംഭവം. അതായത് ഇതിലെ ഒരു ഫീൽ ഗുഡ് സംഭവമുള്ളൊരു നല്ലൊരു മൂവി. എനിക്കിതിന് ശേഷം പറയുകയാണെങ്കിൽ ഇപ്പോൾ തെറി എന്ന മൂവി ഇപ്പോൾ ചിലപ്പോൾ എന്നെ ഈ വീഡിയോ കണ്ടാൽ വിജയ് ഫാൻസർ എന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ ചീത്ത പറയും, എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് വെച്ചാൽ വിജയൻ ആക്ടറുടെ കരിയറിലെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട മൂവി തെറിയാണ്. തെറിക്ക് ശേഷം ഒരു മൂവി ഞാൻ പേരൊന്നും എടുത്തു പറയുന്നില്ല, ഒരു മൂവി എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ തിയേറ്ററിൽ കണ്ടു, ജസ്റ്റ് ഒന്ന് ഒരു തവണ പോയി ഒന്ന് വാച്ച് ചെയ്തു, അല്ലാതെ വേറെ പ്രത്യേകിച്ച് എനിക്ക് അതിൽ ഒരു ഇതും തോന്നിയിട്ടില്ല. പക്ഷേ തെറിയുന്ന മൂവിക്ക് മുമ്പുള്ള മൂവി ഇപ്പോൾ കത്തിയായാലും അതുപോലെ തുപ്പാക്കിയായാലും ഇപ്പോൾ നൻപൻ അങ്ങനെ ഒരുപാട് മൂവീസ് ഉണ്ട്. ഇപ്പോൾ വേട്ടക്കാർ മൂവി ഫ്ലോപ്പാണ്, അവർ വില്ലൊക്കെ. പക്ഷേ എന്താ മൂവി കാണുമ്പോൾ ഒരു ഇതാണ്. അതുപോലെ സച്ചിൻ മൂവി, ഈ മൂവി സച്ചിനുള്ള മൂവിയൊക്കെ ഭയങ്കര ഇതായിരുന്നു. അതുപോലെ ഖുഷി എല്ലാവർക്കും അറിയാം വിജയൻ്റെ കേരളത്തിൽ തന്നെ പീക്കിനൊക്കെ സമയത്താണ് ഖുഷി എന്ന മൂവി വന്നത്, ഭയങ്കര ഹിറ്റ് ആയിരുന്നു ആ സമയത്ത്. 2000 വിജയുടെ 3 മൂവീസ് റിലീസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് കണ്ണുക്കൾ ദിലബ് ഫാസിൽ ഡയറക്ടർ ചെയ്ത, അതുപോലെ രണ്ടാമത്തെ മൂവിയാണ് ഖുഷി. പിന്നെ ബ്ലോക്ക് ബസ്റ്ററായി. അതുപോലെ എനിക്ക് പൂജ ഹോളിഡേ ദീപാവലി 2000 ദീപാവലിക്കാണ് പ്രിയമാനവളെ റിലീസ് ചെയ്യുന്നത്, അതും ബ്ലോക്ക് ബസ്റ്റർ മൂവി ആയിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഒരു ഇതുണ്ട്, വിജയൻ്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നൈസായത്. അതുപോലെ തന്നെയാണ് ഈ മൂവിയിലും സച്ചിൻ മൂവി. അതിനുശേഷം പിന്നെ പുള്ളി ചെയ്ത മൂവീസൊക്കെ പേഴ്സണലി നമുക്കൊന്ന് കണ്ടിരിക്കാൻ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല, എനിക്ക് ഒരു വലിയ പുതുമൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ സോങ്സും കാര്യങ്ങളൊക്കെ നൈസായിട്ടുണ്ടായിരുന്നു. ഇത് തെറി മൂവിയായാലും സച്ചിൻ മൂവിയായാലും എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായ മൂവിയാണ്. അതൊരു ഫീൽ ഗുഡ് ടൈപ്പ് ആയിക്കൊണ്ടാണ് എനിക്ക്. ആക്ഷനായാലും സംഭവം ഉണ്ട് അതിൽ. പക്ഷെ ഇതിൽ വില്ലന്മാരൊന്നുമില്ല സച്ചിൻ മൂവിയിൽ, എല്ലാവർക്കും അറിയാം. ഞാനതിൻ്റെ കഥയിലൊന്നും കിടക്കുന്നില്ല. പിന്നെ ജെലിന ഡിസൂസ എന്ന ആക്ട്രസിനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിക്കാരി ഒരു ക്യാരക്ടർ കൊടുത്തിട്ട് പുള്ളിക്കാരി വളരെ നൈസായിട്ട് ചെയ്യാതെ. അതിപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ പുള്ളിക്കാരി ഇഷ്ടപ്പെടുക പുള്ളിക്കാരി മൂവീസ് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പം നായകൻ എപ്പോഴും കട്ടൊക്കെ പെർഫോമൻസ് ആയിരിക്കും പുള്ളിക്കാരി ചെയ്യുക, ഓപ്പോസിറ്റായിട്ട് ഭയങ്കര ഇതായിട്ട്. ചില പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഒരു നായകൻ വന്ന് അതിൽ വരുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യില്ല, ഭയങ്കര നായകനെ ആ കാമുകനെ കറക്റ്റായിട്ട് വാച്ച് ചെയ്യുന്ന ശേഷം മാത്രമേ പുള്ളിക്കാരി റിപ്ലൈ ഉള്ളൂ. അങ്ങനത്തെ ഒരു മൂവീസാണ് പുള്ളിക്കാരി ചെയ്തത്. ഇപ്പോൾ സന്തോഷ് സുബ്രഹ്മണ്യം ആയാലും ബൊമ്മലൂരും. അതുപോലെ എനിക്ക് പുള്ളിക്കാരി ഇഷ്ടപ്പെട്ട മൂവി ലാസ്റ്റ് ഓറിജിനൽ മൂവി ഉണ്ടായത് തെലുങ്കിൽ രാംചരൺ തേജ് അഭിനയിച്ച മൂവി. അത് മലയാളത്തിൽ ഡബ് വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മലയാളത്തിൽ ഡബ് വന്ന് ഓൾമോസ്റ്റ് മൂവി കുറേ കട്ട് സീൻസ് ഉണ്ടായിരുന്നു. പക്ഷേ 2.25 മണിക്കൂറുള്ള ഒരു മൂവിയായിരുന്നു അതിപ്പം ഈ വർഷം എനിക്ക് 2 മന്ത് ബാക്ക് ഈ മൂവി ഞാൻ ബാംഗ്ലൂർ ടൈമിൽ റിലീസ് ചെയ്തിട്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് മൂവി ഒരുപാട് ഇഷ്ടമുള്ള മൂവിയാണ്. അതിൻ്റെ സോങ്സും കാര്യങ്ങളൊക്കെ ആരിസ് ജയരാജാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. രാംചരൻ്റെ ജെനറേറ്റീവ്സും തമ്മിലുള്ള നല്ലൊരു കെമിസ്ട്രി മൂവിയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ വിജയിൻ്റെ നല്ലൊരു കോമ്പിനേഷൻ എനിക്കിപ്പോൾ സിമ്പിളാണ്. ജ്യോതിക അത് തൃശ്ശൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയ്ക്ക് അസിനൊക്കെ കഴിഞ്ഞിട്ട് വിജയ്ക്ക് നല്ലൊരു ഒരു പേരായിട്ട് വന്ന ആക്ടേഴ്സാണ് ജെനിലിയ ഡിസൂസ. പക്ഷേ പുള്ളിക്കാരി അങ്ങനെ റോളും ചെയ്തിട്ടില്ല. വിജയൻ്റെ ഇപ്പം 2 മൂവീസ് ചെയ്തിട്ടുള്ളൂ. ഒന്ന് ഈ മൂവിയും പിന്നെ സച്ചിനും അതുപോലെ വേലായുധമാണ് മൂവിയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ വേലായുധത്തിൽ വേറെ തന്നെ ഒരു തീമായിരുന്നു, എല്ലാവർക്കും അറിയാം. അതുപോലെ
എന്താ പറയുക എടുത്തു പറഞ്ഞാൽ വടിവേലിൻ്റെ ആക്ടർ എല്ലാവർക്കും അറിയാം, ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാണ്. പുള്ളിയുടെ കോമഡി വെച്ചാൽ ചില മൂവീസൊക്കെ കാണുമ്പോൾ നമുക്കൊരു ദേഷ്യം പിടിക്കുക, എന്തെങ്കിലും അങ്ങനെ പുള്ളിക്കാരൻ വെറുതെ വന്നിട്ട് കൗണ്ടർ അടിക്കുകയാണല്ലോ. ഇതിലങ്ങനല്ല, ഇതിൽ കഥയ്ക്ക് എന്താണ് ഇതായിട്ടുള്ളത് അത് കറക്റ്റായിട്ട് പുള്ളിക്കാരൻ ഡെലിവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ സീൻസും ഫസ്റ്റ് സീൻ മുതൽ വിജയും തമ്മിലുള്ള ഫസ്റ്റ് കോമ്പിനേഷൻ സീൻ മുതൽ പടത്തിൻ്റെ ഒരു എൻഡിങ്ങിൻ്റെ പകുതി വരെ പുള്ളിയുണ്ട്. ആ സീൻസൊക്കെ നൈസ് സാധനമായിരുന്നു പുള്ളിക്കാരൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സന്താനം തമ്മിലുള്ള കുറച്ച് നല്ല കാര്യങ്ങളാണ് ഉണ്ടായതിൽ, അതൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ കുറേ ക്യാരക്ടേഴ്സിൽ വരുന്നുണ്ട്. എല്ലാവർക്കും നല്ലൊരു ചെറിയ കുട്ടിയുണ്ട്, പെൺകുട്ടിയുണ്ട്. ക്ലൈമാക്സ് കുട്ടി മരിക്കുന്നത്, ആ കുട്ടിയും വിജയം തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് ഉണ്ട്, 2-3 സീൻസ് ഉണ്ട്, അതൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആ കുട്ടി മരിക്കുമ്പോൾ ഒരു ബീജം വരുന്നുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സീൻസൊക്കെ. ദേഷ്യം ചെയ്തിരിക്കുന്ന കിട്ടുമായിട്ടാണ് ആ സ്കോറൊക്കെ കൊടുത്തിരിക്കുന്നത്, ആ സമയത്തുള്ള സ്കോർ കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് കുറച്ചൊരു ഇമോഷണൽ ഡയലോഗ്സിനൊക്കെ ഉണ്ട്. വിജയ് പറഞ്ഞ കുട്ടിയുടെ അച്ഛനോട് പറഞ്ഞ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയുണ്ടായിരുന്നു. അതുപോലെ ക്ലൈമാക്സിലുള്ള വിജയ് ജെന്നിലിയേഴ്സ് തമ്മിലുള്ളൊരു സീൻസ് ഉണ്ട്, അതൊക്കെ ഭയങ്കര ടച്ചിങ് ആയിരുന്നു എനിക്ക്. ഒരു നല്ല നല്ല സീൻസ് ഉണ്ട്. ഇപ്പോൾ എല്ലാവർക്കും പറയാം, വാട്സപ്പിലും ഇൻസ്റ്റയിലൊക്കെ ചെക്ക് ചെയ്താൽ സച്ചിൻ റൊമാൻറ്റിക് ഡയലോഗ്സ് നടിച്ചതിൻ്റെ കുറേ ഇത് വരും, ഷോർട്സ് വരും. അതിൽ ഇവർ തമ്മിലുള്ള ഒരു റൊമാൻറ്റിക് സീൻസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ വരും, ഡയലോഗ്സ് വരുന്നുണ്ട്. അതിൽ വിജയൻ്റെ കുറേ നല്ല എന്താ പറയുക പഞ്ചല്ല, ഒരു റൊമാൻറ്റിക് ഡയലോഗ്സ് ഉണ്ട് അതിൽ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അത് ഞാൻ ഇപ്പോഴും എൻ്റെ ഇടയ്ക്ക് മൂവിയുടെ സ്റ്റാർട്സ് വെക്കാറുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഈ മൂവിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾ മൂവി കണ്ടവരാണെങ്കിൽ ഇപ്പോഴല്ല, ഇപ്പം പണ്ട് ഒരു 20 വർഷം മുമ്പ് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ്, അതിപ്പോൾ തിയേറ്ററിലായാലും CD കണ്ടായാലും ആരായാലും എന്തായാലും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ മൂവിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. ബൈ.